ഹായ് ഹലോ. അപ്പം നമ്മുടെ ക്രിസ്മസ് ഇങ്ങി വന്നു. നമുക്കൊരു ഈസി കേക്ക് ഉണ്ടാക്കിയാലോ? നമ്മളിവിടെ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ബേക്കിംഗ് ടൂൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ഓവന്, അതുപോലെ നമ്മുടെ ബീറ്റർ, അതുപോലെ മെഷറിംഗ് കപ്പ്, ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ? അപ്പോൾ വാ നോക്കാം. നമ്മളൊരു പാത്രം എടുത്തു. അപ്പം ഇതുപോലുള്ള ഒരു അരിപ്പ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ഇതിനകത്തോട്ടാണ് മൈദ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഒരല്പം ഉപ്പ് ഇത് ഇട്ടിട്ട് അരിച്ചെടുക്കണം ആദ്യം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടെങ്കിൽ ഇതിനൊരു കപ്പ് മൈദ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതില്ലാത്തവര് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ആണ്, ഈ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലാസ്. ഇത് അളന്ന് എടുത്താൽ ഈ ഒരു ഗ്ലാസ്സിന് കറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഗ്ലാസ്സിനാണ് മൈദ നമ്മൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ 250 ഗ്രാം മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അത് ഇതിന് അതേ അളവാണ്. ഓക്കെ, അപ്പൊ ഇതുള്ളവർ ഇത് വെച്ച് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഇങ്ങനത്തെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം. കണ്ടോ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടീസ്പൂണിന് 1 ടീസ്പൂൺ എന്താണ് ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. നമ്മൾ ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കട്ടയൊന്നും കൂടാതെ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടില് അരിപ്പ ഉണ്ടെങ്കിൽ അതിനകത്തൂടെ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനത്തെ സെയിം അരിപ്പ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മൈദ, അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇത്രയും നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. സാധാരണ നമ്മൾ ഇനിയുള്ള എഗ്ഗ്, അതുപോലെ എണ്ണ, അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ബീറ്റർ ഇവിടെ ഉപയോഗിക്കുന്നേയില്ല. അതിന് പകരം നമ്മൾ മിക്സി വെച്ചിട്ടാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മിക്സിയിലേക്ക് നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പൊ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യുവാണ്. മുട്ടയും വാനില എസൻസും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ മുട്ടയും വാനില എസൻസും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്യുവാണ്. പഞ്ചസാര നമ്മൾ എടുത്ത ഈ ഗ്ലാസ്സിന് 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇതിനകത്തോട്ട് ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാര അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. നമ്മൾ ഈ ഗ്ലാസ്സിന് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിനകത്തോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി നേരം ഇട്ട് കറക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സായി വന്നിട്ടുണ്ട് എല്ലാം കൂടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ മിക്സിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ആ ചേർത്തതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന മുട്ട, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, പഞ്ചസാര നമ്മൾ കണ്ടതുപോലെ തന്നെ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഈ ചേർത്തെടുത്തേക്കുന്നത്. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ മിക്സ് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മളൊരു പാത്രത്തിലാക്കി ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫ്ലോർ മിക്സ് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് ഒരുമിച്ച് ഇതിനകത്തോട്ട് കുടഞ്ഞിടരുത്. അതിന് പകരം 2-3 തവണകളായിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പം ഇതുപോലത്തെ ഒരു സ്പാച്ചുല ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ
സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ മുമ്പേ കാണിച്ച വിസ്ക് പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള മിക്സ് കൂടെ നമുക്ക് ഇടാവേ. നമുക്ക് ഒന്നുകൂടി ഇതിന്റെ സൈഡെല്ലാം നന്നായിട്ടൊന്ന് വിട്ടുകൊടുത്ത് നല്ലതായിട്ട് വൃത്തിയാക്കി ഒന്ന് എടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിനകത്ത് ഒരു കാര്യം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. 1/2 കപ്പ് പാല് ചൂടാക്കി അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ആ ചൂടോടെ തന്നെ ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്യാനുണ്ട്. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് അതാണ്. നമ്മൾ 1/2 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ഈ ബട്ടറും മിൽക്കും കൂടെ ഉള്ള ഒരു മിക്സ് ഒഴിക്കുകയാണ്. മൊത്തത്തിൽ ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല ബട്ടറിന്റെ മണം വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബാക്കിയും കൂടെ ഒഴിക്കുകയാണ്. ആഹാ, നല്ല മണം വരുന്നുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ചെയ്യേണ്ടത് കുക്കർ റെഡിയാക്കണം. നമുക്ക് കുക്കർ എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുക്കർ എടുത്തു. കുക്കറിനകത്ത് നമുക്ക് ഇതുപോലൊരു റിങ് ആവശ്യമാണ്. റിങ് ഇറക്കി വെച്ചിട്ട് ഈ കുക്കർ 5 മുതൽ 6 മിനിറ്റ് വരെ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ചൂടാക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിസിലിടുന്നില്ല. കുക്കറിന്റെ വിസിലിടാതാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് അടച്ചു വെച്ച് നമ്മൾ കുക്കർ ഒന്ന് ചൂടാക്കി കൊടുക്കാൻ പോവാണ്. ഗ്യാസ് കത്തിക്കുകയാണ്. ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒരു 6 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ കേക്ക് മിക്സ് കുക്കറിലേക്ക് വെക്കാൻ പോവാണ്. അപ്പം നമുക്ക് കുക്കർ തുറക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊക്കെ തുറക്കാവേ. നമ്മുടെ മിക്സ് എടുത്ത് വെക്കുകയാണ്. വെച്ചു. നമുക്ക് അടയ്ക്കാം കുക്കർ. ഇനിയും വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്ക് ഈ കേക്ക് ബേക്ക് ആവാൻ സമയം വേണം. 25 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കണം. എന്തായാലും ചിലപ്പോൾ ആ ടൈമിലൊക്കെ വേരിയേഷൻ ഒക്കെ വരാം. 25 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം കേക്ക് ഒന്ന് സെറ്റ് ആവും. അപ്പം നമുക്ക് 25 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ കേക്ക് ആയിട്ടുണ്ടോ എന്തോ ആയി എന്നൊക്കെ ഒന്ന് നോക്കാം. കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ വെന്തിട്ടില്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നമുക്കൊന്ന് നോക്കാവേ. കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നടുഭാഗത്തൂടെ ഒന്ന് കുത്തി നോക്കുക. താഴെ വരെ വെന്തിട്ടില്ല, കണ്ടോ? നന്നായിട്ട് വേകാനുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ വെച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അടച്ചു വെച്ചു. ഇപ്പം 25 മിനിറ്റ്സ് കൊണ്ടായിട്ടില്ല. നമുക്കൊരു 10-15 മിനിറ്റ് കൂടെ വെച്ചു കൊടുക്കാം. നമുക്കൊന്നുകൂടെ നോക്കാം കേക്ക് വെന്തിട്ടുണ്ടോന്ന്. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ കൂടെ പപ്പട കുത്തി വെച്ച് നോക്കി, ഉണ്ടോ? ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക്
ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് എടുക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ. അപ്പം ഈ പാത്രത്തിന്റെ ചൂടൊന്ന് മാറിയിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ഈ കേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ജസ്റ്റ് ഈ സൈഡിൽ നിന്നെല്ലാം ഒന്ന് വിട്ടു കൊടുക്കാം, പെട്ടെന്ന് കേക്ക് ഊരി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പാത്രത്തിന് ചെറിയ ചൂടുണ്ട്, സൂക്ഷിച്ചെടുക്കുക. ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് അപ്പം നമ്മുടെ ഈസി കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക്. അപ്പം ഇത് മുറിച്ചിട്ടൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും വീട്ടിൽ ഈ കേക്ക് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി കേക്കാണ് കണ്ടിട്ട്. അപ്പം നമ്മൾ കഴിച്ചും കൂടെ നോക്കട്ടെ. അപ്പം നമ്മുടെ കേക്ക് ഇതേണ്ട മുറിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടീ കേക്ക് അല്ലെങ്കിൽ ബട്ടർ കേക്ക് നമുക്കിവിടെ കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കേക്കാണ്. നമുക്ക് കാപ്പിയുടെയും ചായയുടെയും ഒക്കെ കഴിക്കാവുന്ന ഒരു ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇത് ഉണ്ടാക്കി നോക്കുക. താങ്ക്